അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മുട്ടുസൂര്യ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കിഷയാത്രേൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലോങ് വീഡിയോ ആയത് കൊണ്ട് തന്നെ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടായിട്ട് വിടണം. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കരമായൊരു ഇൻസ്പിറേഷനാണ് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. കിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഐലൻഡാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഈ നമ്മൾ ടൂറിസ്റ്റേഴ്സ് എല്ലാം വിസിറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു ശരിയായ നല്ലൊരു ഐലൻഡ്, ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഒരു ഐലൻഡാണ്. ശരിക്കും ഇറാൻ്റെ ഒരു പാർട്ട് ഓഫ് ഇറാനാണ്. ഐലൻഡിൻ്റെ പാർട്ട് ഓഫ് ഇറായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഐലൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇറാൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. ശരിക്ക് ചെറിയൊരു സ്ഥലമാണ്. ആകെ ടോട്ടൽ 91 കിലോമീറ്റേഴ്സ് ഇത് മാത്രമുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണിത്. ചൂട് ക്ലൈമറ്റ് തന്നെയാണ്. നമ്മൾ ഇതുപോലെയുള്ള ചൂട്, അതായത് GCC കണ്ടുപോലെ തന്നെ ചൂട് ക്ലൈമറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ടൂറിസ്റ്റേഴ്സിൻ്റെ ഒരു മനോഹരമായൊരു സ്പോട്ട് കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഹെറിറ്റേജ് ഏരിയകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട്, അതായത് കുറച്ച് ഇവിടുത്തെ പാർക്കുകൾ, അങ്ങനത്തെ കുറച്ച് ഇതുപോലെ വരുന്ന ആൾക്കാർക്കുള്ള ചെറിയൊരു ടൂർ പാക്കേജ്, ഒരു ആകെ 15 ദിർഹത്തിൻ്റെ ഒരു ടൂർ പാക്കേജാണ്. അത്ര ചെറിയ സമയത്തേക്കേ ഉള്ളൂ. അതായത് സൂര്യാസ്തമയം വരെ അവർ നമ്മളെ കാണിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവിടുന്ന ഒരു പാക്കേജാണ്. കുഴപ്പമില്ല, നമ്മൾ അത്രയും സമയം ഒരു 1.5 to 2 hours ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൂർ പാക്കേജ് മനോഹരമാണ് ശരിക്കും. നമുക്ക് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോഗൻ വില്ല അങ്ങനെയെല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഹെറിറ്റേജ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ള ആ ബിൽഡിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ പൗരാണികമായിട്ടുള്ള കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളാണ്. വളരെ മനോഹരമാണ്. അതുപോലെ ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ ആ സൂര്യകിരണങ്ങളെല്ലാം കണ്ടിട്ട് ശരിക്ക് സ്വർണ്ണ വർണ്ണത്തിൽ മൊത്തത്തിൽ ഇതായിട്ട് കാണുമ്പോൾ വളരെ മനോഹരമാണ് ശരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി. അതിൻ്റെ ശരിയായ ഇമ്പാക്റ്റ് എനിക്ക് ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സത്യസന്ധമായിട്ടില്ല എന്ന് തന്നെ പറയണം. ശരിക്കും ഇതുപോലെ അല്ല, ശരിക്കും നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമറ, അതുപോലെ തന്നെ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനോഹരമായ ഇതായിരിക്കും, ശരിക്കും വ്യൂസ് ആയിരിക്കും. പക്ഷെ എന്തായാലും എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ വേഗം തന്നെ ചെയ്യുന്നതാണ്. ശരിക്കും ഒരു സമുദ്രത്തിൻ്റെ അടുത്തൂടെയുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, മനോഹരമാണ്. അതൊരു കപ്പലെല്ലാം ഇതായിട്ടുള്ള അങ്ങനെ വളരെ മനോഹരമായ യാത്രയായിരുന്നു. ശരിക്കും എല്ലാവരും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ തന്നെ. നമ്മൾ പോയ ടീം മുഴുവൻ ഒരു 1 night സ്റ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ സമയം കൊണ്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന വ്യൂസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ പാർക്കിനെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ആ പാർക്കിലെ വ്യൂസുകളാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ ഇവിടത്തേക്ക് പോകുന്നത്, സീ ഷോറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ മനോഹരമായ വീഡിയോസാണ് എല്ലാവരും. അപ്പോൾ മുഴുവനായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുമാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ കിഷിനെ പറ്റി അറിയാമല്ലോ, ശരിക്ക് നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ശരിക്ക് ചെറിയൊരു ഏരിയയിൽ കവറാകുന്ന ഒരു ഐലൻഡാണ്. ഐലൻഡ് എന്ന് പറയുമ്പോൾ ചുറ്റിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡ്. നല്ല ഒരു മനോഹരമായ കാഴ്ചകളാൽ സമ്പുഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഭരണാവകാശം കാര്യങ്ങളെല്ലാം ഇറാനാണ്. ഇറാൻ്റെ അധീനത പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കാണുന്ന ശരിക്കും ഒരു ഇരിപ്പിടലായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോഗൻ വില്ലേൻ്റെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല, ഒരേ കളർ തന്നെയാണ് കൂടുതലുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ വലിയ സെറ്റപ്പായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അത് കാണാൻ ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ്. അതുപോലെ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സുവനീർ ഇവിടെ കുറച്ച് ഫസ്റ്റിൽ ഞാൻ കുറച്ച് ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് കുറച്ച് മാലകളും കല്ല് കൊണ്ടുള്ള സ്റ്റോൺസ് ഐറ്റംസ് എല്ലാം ഒരു വെക്കുന്നുണ്ട്. അത് ശരിക്ക് നമ്മൾ പറയാറുണ്ട് നമ്മളെ സ്റ്റോൺസ് സെലക്ട് ചെയ്യുന്നത് നക്ഷത്രപ്രകാരമാണ്, അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ സ്റ്റോണിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്, ചെറിയ കളക്ഷൻസ്, വലിയ ശേഖരമൊന്നും പറയാനില്ല, കുറച്ചുണ്ട്. പിന്നെ ഇവിടെയെല്ലാം സെറ്റ് ചെയ്യുന്ന കള്ളിമുൾച്ചെടിയെല്ലാം മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോശമില്ല, നല്ലൊരു വ്യൂസാണ്. ഒരു എൻ്റർടൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, കള്ളിമുൾച്ചെടിയും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതുപോലെ ആ മ്യൂസിയത്തിൻ്റെ ഹെറിറ്റേജ് ആ ഒരു ബിൽഡിങ്ങെല്ലാം കാണാൻ പോയി. പിന്നെ ഇനി അങ്ങോട്ടുള്ള വ്യൂസ് കുറച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വലിയ നമസ്കാരം പറയട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ ആയിരിക്കുമെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം.
അപ്പോൾ തീർച്ചയായിട്ടും മറക്കുക.